ഗൗതമനെയും കൂട്ടി അകത്തേക്ക് പോയ പ്രശ്നമാവുമല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ആർക്കോ സീരിയസ് ആയിട്ട് കിടക്കുന്നു പറഞ്ഞ ആശുപത്രിയിലേക്ക് വന്നിട്ട് നീ ഇത് എന്താ ആലോചിച്ചോണ്ടിരിക്കുക? ഇറങ്ങുന്നില്ലേ? ഇറങ്ങും, നേരം കളയാതെ. ഗൗതം വരണമെന്നില്ല, ഞാൻ പോയിട്ട് വേഗം വരാം. ഞാനെന്തിനാ ഇവിടെ തനിച്ചിരിക്കുന്നത്? ഞാൻ കൂടി വരാം. നിന്റെ ഫ്രണ്ടിനെ ഒന്ന് കാണുകയും ചെയ്യാലോ. ഗൗതം വന്നാലും ആ വാർഡിലേക്ക് കയറാൻ പറ്റില്ല. ഇതേ ഒരു ഗൈനക് ഇഷ്യൂവാ. ലേഡീസ് വാർഡല്ലേ, രാത്രിയിലെ പുരുഷന്മാരെയൊന്നും അവിടേക്ക് കയറ്റില്ല. ഓ, എങ്കിൽ പിന്നെ ഞാൻ റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാലോ. എന്താവശ്യം? വെറുതെ അവിടെ വന്ന് എന്തിനാ ഇരിക്കുന്നേ? 100 അസുഖങ്ങളുള്ള രോഗികൾ വരുന്ന സ്ഥലം. ഗൗതം കാറിൽ AC ഒക്കെ ഇട്ട് ഒരു പാട്ടൊക്കെ കേട്ടിരുന്നാ മതി, ഞാൻ വേഗം എത്തിക്കോളാം. ഞാനിപ്പോ നിന്റെ കൂടെ വരരുത്, അത്രയല്ലേ ഉള്ളൂ. അതിനിപ്പോ പാട്ട് കേൾക്കേണ്ടയും AC-യിലൊന്നും ആവശ്യമില്ല. നീ പോയിട്ട് വേഗം വരണം. ഞാൻ പെട്ടെന്ന് വരാം. പോയിട്ട് വാ. ഡോക്ടർ അകത്തുണ്ടോ? ഞാൻ നിർമ്മലയുടെ റിലേറ്റീവാ. ഡോക്ടർ ഉണ്ട്, കേറി കണ്ടോളൂ. ഡോക്ടർ, നിർമ്മലാന്റിക്ക് സീരിയസ് ആണെന്ന് പറഞ്ഞ് കോള് വന്നിരുന്നു. നിങ്ങൾ ഇരിക്കൂ. എന്താ ഡോക്ടർ പ്രശ്നം? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിർമ്മലയ്ക്ക് പെട്ടെന്ന് ഒരു ബ്രീത്തിങ് ഇഷ്യൂ വന്നു. കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോയതാ. മെഡിസിൻസ് കൊടുത്തു. എന്നാലും പെട്ടെന്നൊരു റിക്കവറി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചതല്ല. ബട്ട് ഷീസ് ഓക്കെ. BP നോർമൽ ആയിട്ടുണ്ട്. സ്റ്റേബിൾ ആണെന്ന് തന്നെ പറയാം. ഈശ്വര, ഞാൻ ശരിക്കും പേടിച്ചു പോയി. ഇപ്പോഴെനിക്കൊരാശ്വാസമായത്. ഫോണും എടുക്കാതെയാണ് പോയിരിക്കുന്നത്. പ്രിൻസിപ്പാളാണല്ലോ വിളിക്കുന്നത്. ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റാഫിന്റെ വിവരം വല്ല അറിയാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എന്തായാലും ഫോൺ അങ്ങ് കൊണ്ടു കൊടുക്കാം. ആരെങ്കിലും വിളിക്കണമെങ്കിൽ ഫോൺ വേണമല്ലോ. കൊടുക്കാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് തന്നെയാ ഞങ്ങൾ നിർമ്മലയ്ക്ക് കൊടുക്കുന്നത്. ഇനിയും ഇതുപോലെ ശ്വാസതടസ്സമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ ഡോക്ടർ? അതിപ്പോ ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഓരോ ദിവസം കഴിയും തോറും നിർമ്മലയുടെ കണ്ടീഷൻ മോശമായിക്കൊണ്ടിരിക്കുക. ഓരോരോ ഓർഗൻസിനെ അസുഖം പിടിമുറുക്കി തുടങ്ങിയിട്ടുണ്ട്. എപ്പോ എന്തു നടക്കുമെന്ന് പറയാനും പറ്റില്ല. സത്യത്തിൽ ഇതൊരു ഫൈനൽ സ്റ്റേജ് ആണ്. നിർമ്മല ഇനി എത്ര കാലം ഉണ്ടാവുമെന്ന് പറയാനാവില്ല. ശേഷിക്കുന്ന കാലം നിർമ്മലയ്ക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ സാധിച്ചു കൊടുക്കണം. ആ മനസ്സ് സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രദ്ധിക്കണം. അത്രയും ആയുസ് നീട്ടിക്കിട്ടാതിരിക്കില്ല. ജീവിച്ചത് മുഴുവൻ അനാഥയായിട്ട്, മരിക്കുമ്പോഴെങ്കിലും സനാഥയായിട്ട് മരിക്കണമെന്ന് ഒരതിമോഹം. ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ നിർമ്മലയ്ക്കാവും തോന്നുന്നില്ല. പേഷ്യന്റിന് പരമാവധി സന്തോഷത്തോടെ ഇരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. അതുമാത്രമാണ് റിലേറ്റീവ്സായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്. എനിക്ക് നിർമ്മലാന്റിയെ ഒന്ന് കാണാൻ പറ്റുമോ ഡോക്ടർ? അന്ന
ഇത് റോങ് നമ്പർ ആണെന്ന് രാവിലെ മുതൽ ഞാൻ തന്നോട് പറയുന്നതാ. എന്നിട്ട് എന്തിനാണോ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത്? നോൺസെൻസ്. അതൊക്കെ നിങ്ങളുടെ എക്സ്ക്യൂസുകളാ. ഒരു കാര്യം ചെയ്യാം, ഞാനിത് ബ്ലോക്ക് ചെയ്തോളാം. അതോടെ നിങ്ങളുടെ പ്രശ്നം തീരുമല്ലോ. ഫോൺ വയ്ക്ക്. അധിക നേരം സമീപത്ത് നിൽക്കണ്ട, സംസാരിക്കാൻ അനുവദിക്കുകയും ചെയ്യരുത്. ഡോക്ടർ, ഇവരെ ഒന്ന് നിർമ്മലയുടെ റൂമിലേക്ക് ആക്കി കൊടുക്ക്. വരൂ. നിധി, 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 ഏയ്. നിധി, ഏയ്. ആന്റി, ഇപ്പൊ എങ്ങനെയുണ്ട് ആന്റി? എന്താ മോളെ, നിന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നല്ലോ. ഞാൻ മരിക്കാൻ പോകുന്നു പറഞ്ഞാണോ നിന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്? എന്തിനാ ആന്റി ഇങ്ങനൊക്കെ പറയുന്നത്? സിസ്റ്റർ, എനിക്കൊന്ന് അകത്ത് കയറി കാണാൻ പറ്റുമോ? വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പേഷ്യന്റ് ആണത്. ഒന്നിൽ കൂടുതൽ വിസിറ്റേഴ്സിനെ അലോ ചെയ്യില്ല സാർ. സോറി സാർ. അങ്ങനെയൊന്നും ഞാനങ്ങ് പോകത്തില്ല മോളെ. ഓരോ തവണയും കാലം വന്ന് വിളിക്കുമ്പോ ഞാൻ അവധി ചോദിക്കും. എന്റെ മോൻ എല്ലാ സ്നേഹത്തോടെയും പെറ്റമ്മയാണെന്ന് മനസ്സിലാക്കി എന്നെ അമ്മയെന്നൊന്ന് വിളിക്കുന്നത് കേട്ടിട്ട് ഞാൻ വരുമെന്ന് പറയും. നീ വിഷമിക്കണ്ട, ഞാനാണ് പെറ്റമ്മയെന്ന് ഗൗതം അറിഞ്ഞിട്ടേ ഞാൻ മരിച്ചു പോവൂ. എന്തായി മോളെ, ഞാനാണ് പെറ്റമ്മയെന്ന് എന്റെ മോനോട് നീ പറഞ്ഞോ? അവനെ 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച അമ്മയാണ് ഞാനെന്ന് അവനെ നീ അറിയിച്ചോ മോളെ?